ഹായ് ഹലോ, ഞാൻ യുക്സിൻ. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ഉമ്മ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും. അപ്പം നമുക്ക് എങ്ങനെയാണ് മലബാർ സ്റ്റൈൽ ചിക്കൻ നിറച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വിനീഗർ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിനില, കരിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്ത ഒരു പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 മണിക്കൂറിന് ശേഷം പുഴുങ്ങിയ മുട്ട ചിക്കൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യണം. ഒരു പാൻ ചൂടാക്കി ചിക്കൻ വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. വേറൊരു പാത്രം ചൂടാക്കി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് അരച്ചത് അതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ചിക്കനിൽ ചേർക്കാൻ നേരത്തെ തയ്യാറാക്കി ബാക്കി വന്ന മസാല കുറച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 4 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ആക്കിയതും 3 ടീസ്പൂൺ ടൊമാറ്റോ സോസുമാണ്. ഇത് ചേർത്ത് വീണ്ടും ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് മല്ലിയിലയും ഈ മസാല വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. മസാല വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ 2 തക്കാളിയും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒരു 5-10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ മലബാർ സ്റ്റൈൽ ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയുടെ കൂടെയോ പൊറാട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും see you soon.